സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു റിയൽ കറി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് നത്തോലി 65. ഈ നത്തോലി വറുത്തത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും ഈ നത്തോലി 65. അത് ഭയങ്കര ക്രിസ്പിയും ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് അതിന്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കിലോ നത്തോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നാക്കി എടുത്തിട്ടുള്ളതാണിത്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ നേർമപ്പൊടിയാണ് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി, ആ പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ മസാലകളെല്ലാം മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അരിപ്പൊടി, എടുത്ത് വെച്ചിരുന്ന കോൺഫ്ലവർ, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങനീര്. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്കൊരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നത്തോലി ഇതിൽ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിനി മീൻ വറുക്കാം. ഫ്രൈങ് പാൻ ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിടാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നത്തോലി 65 സെർവ് ചെയ്യാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്